ഞങ്ങളുടെ കേസിലെ പരാതിക്കാരനായ ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്ത് ചില സൂചനകൾ കിട്ടി. ചില സൂചനകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രൈവറുടെ ഫോൺ ഐഡിയ നമ്പറാണ്. അയാൾ ഐഡിയ നമ്പറാണ് ഉപയോഗിക്കുന്നത്. കുറുപ്പമ്പടി കഴിഞ്ഞിട്ട് നെല്ലിക്കുഴി എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഈ 3 പ്രതികൾക്കും ഫോണുണ്ട്. ആ ഫോണിന് റീചാർജ് കൂപ്പൺ വാങ്ങണമെന്ന് പറഞ്ഞു. ഐഡിയയുടെ റീചാർജ് കൂപ്പൺ വാങ്ങണമെന്ന് പറഞ്ഞ് അവർ നിർത്തിച്ച് ഒരു കടയുടെ അവിടെ നിന്ന് ഐഡിയയുടെ റീചാർജ് കൂപ്പൺ വാങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ മൊബൈലിൽ കൂടിയൊന്നും ചാർജ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല. അന്ന് റീചാർജ് കൂപ്പൺ മേടിച്ചിട്ട് ചാർജ് ചെയ്യുകയാണ്. മറ്റ് 2 പ്രതികളുടെയും ഫോൺ എന്താണെന്ന് അറിയില്ല. ഈ 3 പേർക്കും ഫോണുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യം, ഇവർ ഫോൺ ചെയ്യേണ്ട സ്ഥലം എത്തുമ്പോൾ അവർ നിർത്താൻ പറയും. നിർത്തിക്കഴിയുമ്പോൾ 3 പേരും ഫോണിൽ വിളിക്കും. എന്ന് പറഞ്ഞാൽ വാഹനത്തിലിരുന്നു കൊണ്ട് അവർ ഫോൺ വിളിക്കാറില്ല. അവർ വാഹനം നിർത്തി 3 പേരും പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമാണ് ഫോൺ വിളിക്കാറുള്ളൂ. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ അവർ വാഹനം നിർത്തി അവർ ഫോൺ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിൽ അയാൾ പറഞ്ഞ 2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കോതമംഗലം ടൗൺ കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു വളവുണ്ട്. ആ വളവിൽ ഈ ഐസ്ക്രീം ഉള്ള പെട്ടി ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ റോഡിന് ഇത്തിരി വീതി കൂടുതലുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തി ഐസ്ക്രീം വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതൊരു ചെറിയ സ്പോട്ട് പോലെയാണ്. ആ സ്പോട്ടിൽ വാഹനങ്ങൾ നിർത്താറും അവിടുന്ന് ആളുകൾ ഐസ്ക്രീം കഴിക്കുകയും അവിടെ കുറച്ച് നേരം നിർത്തി റെസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് അവിടെ നിർത്തി അവിടെ ഇവർ 3 പേരും ഫോൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഈ ഡ്രൈവറുടെ ഐഡിയ ഫോൺ നമ്പറിൻ്റെ കോൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിരുന്നു. പരാതിക്കാരനാണെങ്കിലും അയാൾ പറയുന്നത് ശരിയാണോ, പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഒരു കോൾ ഡേറ്റ റെക്കോർഡ്സിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും. അത് അറിയാവുന്നവർ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ കോൾ ഡേറ്റ റെക്കോർഡ്സുകൾ പരിശോധിക്കുന്ന സ്ക്വാഡ് അംഗങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരുടെ ജാതകം നോക്കും പോലെയാണ്. സ്വഭാവം പോലും അവരതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കും. കുറേ വിവരങ്ങൾ അതിൻ്റെ നിന്ന് കിട്ടും. രാത്രി ആരെയാണ് വിളിക്കുന്നത്, ഏറ്റവും കൂടുതൽ നേരം ആരെയാണ് വിളിക്കുന്നത്, എത്ര നേരം വിളിക്കുന്നുണ്ട്, എത്ര തവണ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ പല വിവരങ്ങളും കിട്ടും. എപ്പോഴാണ് കിടന്ന് ഉറങ്ങണത്, എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ, അങ്ങനെ ഒരാളെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ അതിൽ പരിചയസമ്പന്നരായ ആളുകൾ നോക്കുമ്പോൾ അതിനകത്ത് കുറേ വിവരങ്ങൾ CDR വെച്ച് പരിശോധിച്ചെടുക്കാൻ പറ്റും. ഒരാളുടെ ഒരു ക്യാരക്ടർ തന്നെ അവർക്ക് അതിൻ്റെ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചില കാര്യങ്ങൾ നോക്കുന്നതിനാണ് നമ്മൾ പരാതിക്കാരൻ്റെ ആണെങ്കിൽ പോലും CDR എടുത്ത് പരിശോധിക്കുന്നത്. അങ്ങനെ CDR എടുത്ത് പരിശോധിച്ചു. ആ CDR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ യാത്രക്കിടയിൽ 2 കോളുകൾ വിളിച്ചിട്ടുണ്ട്. ഒന്ന് കോതമംഗലം കഴിഞ്ഞൊരു സ്ഥലത്ത്, അതുപോലെ തന്നെ അടിമാലി ടൗണിൽ വെച്ചൊരു സ്ഥലത്ത്. അങ്ങനെ ഈ CDR വെച്ച് വീണ്ടും അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ ബന്ധപ്പെട്ടുള്ള മൊഴി പറഞ്ഞത്. അയാൾ പറഞ്ഞത് പോകുന്ന വഴിക്ക് ഒരു റീചാർജ് കൂപ്പൺ വാങ്ങി, അതുപോലെ തന്നെ ഐസ്ക്രീം കിട്ടുന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടി നിർത്തി അവർ 3 പേരും ഫോൺ ചെയ്തു. അതുപോലെ തന്നെ ഇയാളും ഒന്ന് ഫോൺ ചെയ്തു. അത് അയാൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ചതാണ്. രണ്ടാമത് അടിമാലിയിലെത്തിയപ്പോൾ അവർ ആഹാരം കഴിച്ചിരുന്നു. ആ സ്ഥലത്ത് വെച്ച് ഇവർ 3 പേരും ഫോൺ വിളിച്ചു. അതുപോലെ ഇയാൾ മുതലാളിയെ ഒന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 കോളുകളാണ് ആ യാത്രക്കിടയിൽ ഡ്രൈവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ബന്ധിപ്പിക്കാവുന്ന ഒരു പോയിൻ്റ് കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഡ്രൈവറുടെ നമ്പർ ഐഡിയ നമ്പറാണ്. പ്രതികളിൽ ഒരാളുടെ നമ്പർ ഐഡിയ നമ്പറാണ്. അന്ന് നമ്മൾ ടവർ ഡംപ് ഡീറ്റെയിൽസ് എടുക്കാവുന്ന പരിപാടിയുണ്ട്. ടവർ ഡംപ് ഡീറ്റെയിൽസ് എന്നുണ്ടെങ്കിൽ, ഒരു ടവർ നമ്മൾ പ്രത്യേകമായിട്ട് ആ ടവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടവറിൽ കൂടി കടന്നു പോകുന്ന എല്ലാ കോളിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് ടവർ ഡംപ് ഡീറ്റെയിൽസ്. കോൾ ഡേറ്റ റെക്കോർഡ്സ് പോലെ തന്നെ കേസ് അന്വേഷണത്തിന് പ്രയോജനകരമായ ഒരു കാര്യമാണ് ടവർ ഡംപ് ഡീറ്റെയിൽസ്. കോതമംഗലം കഴിഞ്ഞിട്ടുള്ള കോളിലെ ടവറിൻ്റെയും അതുപോലെ അടിമാലിയിലെ കോളിൻ്റെ ടവറിൻ്റെയും ഡംപ് ഡീറ്റെയിൽസ് എടുത്തു. ഡംപ് ഡീറ്റെയിൽസ് എടുത്ത് അന്വേഷിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇതാണ്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഈ 2 കോളുകൾക്കിടയിലും. അപ്പോൾ ആ 2 കോളുകൾക്കിടയിലും ഡ്രൈവറുടെ ഫോൺ ഇവിടെ നിന്ന് അവിടം വരെ യാത്ര ചെയ്തു. അതിൻ്റെ കൂടെ അത്രയും യാത്ര ചെയ്ത ഏതെങ്കിലും ഫോണുകളുണ്ടോ എന്നുള്ള പരിശോധിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് ഈ പ്രതികളിൽ ഒരാളുടേതാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ
2 ടവർ ഡംപ് ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ ഈ ടവറിൻ്റെ ഡംപ് ഡീറ്റെയിൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അത് ഡേറ്റ ഒരുപാടാണ്. ഒരുപാട് കോളുകൾ, പ്രത്യേകിച്ച് കോതമംഗലം പോലെയുള്ള ഒരു പ്രദേശത്തും അടിമാലി പോലെയുള്ളൊരു പ്രദേശത്തും, അടിമാലിയിൽ ഈ മലനിരകളായതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാ മലകളിലും ഒക്കെ ഈ ഒറ്റ ടവറിലേക്കായിരിക്കും അതിൻ്റെ റേഡിയേഷൻ വരുന്നത്, അതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് കോൾ ഡീറ്റെയിൽസ് അതിൻ്റെ അതുണ്ടാവും, കോളുകളുണ്ടാവും. അപ്പോൾ ഈ ഡേറ്റ എടുത്തിട്ട് അതിൽ ഡ്രൈവറുടെ കോളിൻ്റെ ആ സമയത്തിൻ്റെ ഒരു 5 മിനിറ്റ് അപ്പുറത്തേക്കും ഒരു 5 മിനിറ്റ് ഇപ്പുറത്തേക്കുള്ള സകല കോളുകളും എടുത്ത് പരിശോധിച്ചു ഈ 2 ടവറിൻ്റെയും. അവിടുത്തെ ഈ കോതമംഗലത്തിനടുത്ത് റേഡിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഫോൺ അതിന് ശേഷം അടിമാലിയിൽ റേഡിയേറ്റ് ചെയ്തോ എന്നുള്ളത് നോക്കാനാണ് പരിശോധിച്ചത്. പക്ഷേ ഈ 5-10 മിനിറ്റിൻ്റെ ഡേറ്റ തന്നെ വളരെയധികം ഡേറ്റ ഉണ്ട്. അത് അന്വേഷിച്ചിട്ട് പോയിട്ട് അതിൽ നിന്ന് ഒരു പ്രയോജനം കിട്ടിയില്ല, അങ്ങനെ ഒരു നമ്പർ കിട്ടിയിട്ടില്ല. പിന്നീട് വീണ്ടും കിടക്കുന്നത് കൂടുതൽ ഡേറ്റയാണ്, പക്ഷേ പരിശോധിക്കാൻ പറ്റില്ല. വീണ്ടും 5 മിനിറ്റ് അപ്പുറത്തേക്കും 5 മിനിറ്റ് ഇപ്പുറത്തേക്കും. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ആദ്യത്തെ 5-5-10 പോയി, ബാക്കി 5-5-10 മിനിറ്റിൻ്റെ വീണ്ടും പരിശോധിക്കണം. പക്ഷേ അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ ഒരു ഫോൺ കോതമംഗലത്തും ഒരു കോള് വന്നിട്ടുണ്ട്, അടിമാലിയിലും ഒരു കോള് വന്നിട്ടുണ്ട്. അത് ഈ ഡ്രൈവറുടെ ഫോണിൻ്റെ കോളിന് ഒരു 5-6 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ 2 സ്ഥലത്തും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് കോതമംഗലത്ത് നിന്ന് യാത്ര ചെയ്ത് ഈ ഫോൺ ഏകദേശം അതേ സമയത്ത് അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു നമ്പർ ആയിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടലിൽ ആ നമ്പറിൻ്റെ CDR എടുത്തു. CDR എടുത്തതിന് ശേഷം ആ നമ്പറിൻ്റെ അഡ്രസ്സും CDR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് നെടുമ്പാശ്ശേരിയിൽ വന്നിട്ടുണ്ട്. ഈ കാറ് മോഷണത്തിന് വേണ്ടി കൊണ്ടുപോയ വഴി കൂടെ അത് പെരുമ്പാവൂർ വഴി, അതുപോലെ തന്നെ അടിമാലി, മൂന്നാർ, കുളമാവ് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. ഏകദേശം ഇത് ഈ പ്രതിയുടെ തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിക്കാവുന്ന നമ്പർ. പക്ഷേ നമ്മൾ ഈ അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ മൊബൈൽ ആ സമയത്ത് സ്വിച്ച് ഓഫാണ്. അത് കുറേ നാളുകളായിട്ട് ഈ കുറ്റകൃത്യം നടന്നതിന്, ഈ ആലപ്പുഴയിലെ കുറ്റകൃത്യങ്ങൾ നടന്നതിന് ശേഷം ആ മൊബൈൽ ആ സമയത്ത് സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇയാളെ ഏതെങ്കിലും ഇതിൽ ബന്ധപ്പെടണമെങ്കിൽ അന്നേരം അയാളുടെ ലൊക്കേഷനോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള മാർഗ്ഗമില്ല. അങ്ങനെ അതിന് മുമ്പുള്ള കോൾ ഡേറ്റ റെക്കോർഡ്സ് CDR പരിശോധിച്ച് ഇയാളിലേക്ക് എത്താനുള്ള മാർഗ്ഗമേ ഉള്ളൂ. അതിന് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൾ ഡേറ്റ റെക്കോർഡ്സിൽ മോസ്റ്റ് കോൾഡ് നമ്പർ, അതുപോലെ തന്നെ മോസ്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ വിവരമൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പറാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചതും അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതലും വിളിക്കുന്ന ഏതെങ്കിലും നമ്പറുകളൊക്കെ എടുത്തിട്ട് ഈ ആളെക്കുറിച്ചുള്ള ചെറിയ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതിൽ ആ അന്വേഷണം നടത്തുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനുള്ളത്. കാരണം പ്രതിയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളുകളാണെങ്കിൽ അത് പ്രതിക്ക് വിവരം കിട്ടാനും പ്രതി വിട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആരാണ് എന്നുള്ള കാര്യം അറിയാൻ മേല, എത്ര ദൂരെയുള്ള ആളാണ്, വല്ല അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ആണെങ്കിൽ അയാൾ നാട് വിട്ടേ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചേ ആ മാർഗ്ഗങ്ങൾ ഇത് ചെയ്യാവുള്ളൂ. നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് വളരെ സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ. അങ്ങനെ ഇയാളുടെ വിവരങ്ങൾ, പഴയ വിവരങ്ങൾ വെച്ച് അയാളെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളുടെ സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുന്ന, എന്നാൽ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ഒരു നമ്പർ കിട്ടി. അപ്പോൾ അതിനകത്ത് ന്യൂസ് പേപ്പർ എന്നുള്ള രീതിയിൽ കിടക്കുമ്പോൾ അതൊരു പത്ര ഏജൻ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ആളെ വിളിച്ച് ചോദിച്ചു എവിടെ വീടുന്നത്. അപ്പോൾ അയാളുടെ സ്ഥലം മേലുകാവാണ്. നമ്മൾ ഫോൺ നമ്പർ നമ്മൾ പ്രതിയൊന്നും സംശയിക്കുന്ന ആളുടെ കാര്യമല്ല ചോദിച്ചാൽ, പ്രതിയൊന്നും സംശയിക്കുന്ന ആളുടെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മേലുകാവുകാരനാണ്. ഈ നമ്മൾ സംശയിക്കുന്ന പ്രതിയുടെ സ്ഥലവും മേലുകാവ് തന്നെയാണ്. അപ്പോൾ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചതിന് ശേഷം വിശ്വസിക്കാവുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവിടുന്ന് സ്ക്വാഡിലെ 2 പേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് ഈ നമ്മൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്ന് ഇയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടുത്തെ ഒരു വിതരണ ഏജൻറ്റാണ്. അയാൾക്കറിയാവുന്ന ആളാണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ. പക്ഷേ അയാൾ ഒരു സാധാരണക്കാരും ഒരു സാധുവാണ്. 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് ഭാര്യ അംഗൻവാടി വർക്കറാണ്.
2 കുട്ടികളുമുണ്ട്, സമാധാനമായിട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ ഇയാളിങ്ങനെ ഒരു കുറ്റകൃത്യം നടത്താനുള്ള സാഹചര്യങ്ങളൊന്നും അയാളെക്കുറിച്ച് അങ്ങനെ ഒരു ഹിസ്റ്ററിയേ ഇല്ല. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ പ്രതികളെ കണ്ടിട്ടുള്ള നമ്മുടെ പരാതിക്കാരനുണ്ട്. പരാതിക്കാരനെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആളുകളെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുള്ളൂ, കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെയില്ല, പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണോ എന്നുള്ള കാര്യം ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ആലപ്പുഴക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഞങ്ങളൊരു ദിവസം ഞങ്ങളുടെ പരാതിക്കാരനുമായിട്ട് മേലുകാവിന് പോയി. പക്ഷേ മേലുകാവ് അവിടെ ചെത്തിക്കഴിഞ്ഞപ്പോഴാണ് മേലുകാവ് എത്തുമ്പോൾ നമ്മൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ അന്വേഷിച്ചല്ല പോകുന്നത്. അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം വന്നാലോ എന്ന് ഓർത്ത് ഈ അംഗൻവാടി ടീച്ചറുടെ അംഗൻവാടി മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അംഗൻവാടി ടീച്ചറെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് അംഗൻവാടിയുടെ ഇത് നടക്കുന്ന സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു ചോദിച്ചിട്ട് അവിടെയുള്ള അംഗൻവാടി ടീച്ചർമാരുടെ എല്ലാം വിവരങ്ങൾ തിരക്കി അതിൽ ഈ പർട്ടിക്കുലർ അംഗൻവാടി ടീച്ചർ ആരാന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ അവരെ ഇന്ന അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞ് ആ അംഗൻവാടിയിലെത്തി ഇവരെ കാണാനുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൂടെ പരാതിക്കാരനായ ഡ്രൈവറും ഉണ്ട്. പക്ഷേ അവിടെ ചെത്തിയപ്പോൾ പല തടസ്സങ്ങളിങ്ങനെ ഉണ്ടാകുന്ന പോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അംഗൻവാടി ടീച്ചറും ഭർത്താവും എല്ലാം കൂടി അവർ ഒരാഴ്ചയായിട്ട് അവരുടെ വീട്ടിലെങ്ങാണ്ടാണ്, ഇത് ഇയാളുടെ വീടാണ്, മറ്റേ അവരുടെ വീട്ടിലെങ്ങാണ്ടാണ്. കൂടുതൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ശരിക്കും പ്രതികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ശരിക്കും പ്രതികളായിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും ഒരു പോലീസിൻ്റെ അന്വേഷണം അവർ പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം അവരെപ്പോഴും ശ്രദ്ധിച്ചും കെയർഫുള്ളുമായിട്ടായിരിക്കും, വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കും അവരിയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ നീക്കങ്ങൾ എന്തെങ്കിലും രീതിയിൽ പാളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവർക്ക് വിവരം കിട്ടാനും രക്ഷപ്പെടാനുള്ളവരാണെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിവരം കിട്ടില്ല എന്നുള്ള അവർ സ്ഥലത്തില്ല എന്നുള്ള ബോധ്യം കിട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുമല്ലാതെ വേറെ മാർഗ്ഗവുമില്ല. അതിനുശേഷം അവർ സ്ഥലത്തെത്തണ്ടോ എന്നുള്ള കാര്യം ഈ പത്ര ഏജൻറ്റുമായിട്ട് കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന അവർ സ്ഥലത്തെത്തി എന്ന് ഒരാഴ്ചയ്ക്കകം അവർ സ്ഥലത്തെത്തിയെന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും അവിടെ പോയി ആദ്യം അംഗൻവാടി ടീച്ചറെ കണ്ടു. അവരോട് ഞങ്ങൾ മറ്റേ ഇൻഷുറൻസിൻ്റെ ഏജൻസായിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് തീരെ താല്പര്യം ഇൻഷുറൻസിൽ ചേരാൻ LICയിൽ ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെയല്ല, നിങ്ങളുടെ ഭർത്താവിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു പോളിസിക്ക് ചേരാൻ സാധ്യതയുണ്ടെന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അവർ പക്ഷേ ഒരു താല്പര്യവും കാണിച്ചില്ല. ഇപ്പം ഞങ്ങൾ നിർബന്ധമൊക്കെ പിടിപ്പിച്ച് അവരോട് പറഞ്ഞ് അവർക്ക് അതിനെ ഈ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് സംശയമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ വൈകുന്നേരം ഭർത്താവിനെ കാണാം ഇന്ന സ്ഥലത്ത് വന്നാൽ മതി. ഏകദേശം ഒരു 3:30 ആയപ്പോഴാണ് ഞങ്ങളവിടെ പോയത്. വൈകുന്നേരം കാണാം എന്നുള്ള രീതിയിൽ അവർ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ വീടിനടുത്തെത്തി. അപ്പോൾ വീടിനടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കുഴപ്പം, ഒരു വലിയ കുന്നിൻ്റെ ചെരുവിൽ മുകളിലായിട്ടാണ് റോഡ്, അതിൻ്റെ താഴെയായിട്ടാണ് വീട്. അപ്പോൾ വീട് നമുക്ക് മുകളിൽ ഇരുന്നാൽ താഴെ കാണാം വീട്. നമ്മൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ താഴെയുള്ള വീട്ടിലുണ്ട്. പരാതിക്കാരനായ ഡ്രൈവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആളെ തിരിച്ചറിയണമെങ്കിൽ ഡ്രൈവർ താഴെ വന്ന് ഇയാളെ കാണണം, ഇയാളാണോ എന്നറിയാൻ. പക്ഷേ ഇയാളെയും കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പരാതിക്കാരനായ ഡ്രൈവറെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള പ്രശ്നം തന്നെ, ഈ വീട്ടിലിരുന്നവർക്ക് വരുന്നവരെ എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പരാതിക്കാരനെ നേരത്തെ കണ്ടിട്ടുള്ള പ്രതിക്ക് എന്തെങ്കിലും രീതിയിൽ സംശയം തോന്നിയാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ അയാളെ പിടിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഏതായാലും പരാതിക്കാരനെ മുകളിൽ നിർത്തിയിട്ട് താഴത്തേക്ക് പോയി അയാളെ ഒന്ന് കണ്ട് അതിന് ശേഷം ഇയാളെ മേളിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ താഴെ ചെന്ന് ഇയാളോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് തീരെ അതിനകത്ത് താല്പര്യമില്ല. അയാൾക്ക് LIC പോളിസിയും വേണ്ട, ഒന്നും വേണ്ട. അയാൾ തീരെ സഹകരണമില്ലാതെ നിൽക്കണേ. ഒരു സംശയകരമായ സാഹചര്യം അപ്പം തന്നെ കണ്ടു. കാര്യം അയാളൊരു നിഷ്കളങ്കനൊക്കെ ആയ മനുഷ്യനാണ്. പക്ഷേ അയാൾക്ക് ഒരല്പം അയാൾക്ക് എന്തോ ഒരു
പെരുമാറ്റ ഇതുള്ളതായിട്ട് ഞാനത് നേരിട്ട് പോയതാണ്. അപ്പോൾ എനിക്കത് അയാളുടെ പെരുമാറ്റം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഇനി അത് വെരിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് മുകളിൽ പരാതിക്കാരനായ ഡ്രൈവറുണ്ട്, അത് കൂടെ പോലീസുകാരനുണ്ട്, അവരെ താഴത്തേക്ക് കൊണ്ടുവരിക. എങ്ങാം ഇയാൾ ഓടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓടിച്ചിട്ട് പിടിക്കുക. അങ്ങനെ ചെയ്യാനേ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആംഗ്യം കാണിച്ചു. മുകളിൽ നിന്ന് പരാതിക്കാരനുമായിട്ട് ഇവിടെ എത്തി. പരാതിക്കാരൻ ഇവിടെ എത്തി ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവൻ തലയിൽ കൈവച്ച് തല കറങ്ങിയ പോലെ നിലത്തിരുന്നു പോയി. കാരണം അവനത് വളരെ ഭീകരമായ ഒരു അനുഭവമാണ് അവന് കുളമാവിലുണ്ടായത്. അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ്റെ കഴുത്തിൽ കയറിയിട്ട് അവനെ കൊല്ലുന്നുള്ളതിൽ ഏതോ സാധനം കുത്തിവയ്ക്കുകയൊക്കെ ചെയ്തു. അതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല കുത്തിവയ്ച്ച സാധനത്തിലൊക്കെ. പക്ഷേ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ അവിടെ മുന്നിൽ വെച്ച് തിരിച്ചറിഞ്ഞു, കണ്ടു. അവന് കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. ഇവനും കാര്യം മനസ്സിലായി. അവൻ ഓടാൻ ശ്രമിച്ചൊന്നുമില്ല, അവന് കാര്യം മനസ്സിലായി, അവൻ പിടിയിലായി എന്നുള്ളതായിരുന്നു. അപ്പോൾ അവൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പിന്നെ ഓടി നടന്നിട്ട് കാര്യമില്ല. പണത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തി പരിചയമില്ലാത്ത 3 പേര് കൂടി ചെയ്ത 2 കുറ്റകൃത്യങ്ങളാണിത്. ഈ രണ്ടും പണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അവർ 2 കാറ് മോഷണം ചെയ്തു. ഒന്ന് നെടുമ്പാശ്ശേരിയിലും ഒന്ന് ആലപ്പുഴയിൽ നിന്നും. ഇവൻ്റെ കൂട്ടത്തിലുള്ള 2 പ്രതികൾ ഇവൻ്റെ തന്നെ കൂട്ടുകാരായ ഒരു 10 കിലോമീറ്റർ അപ്പുറയും അതുപോലെ തന്നെ മറ്റൊരു ദിശയിൽ ഒരു 12 കിലോമീറ്റർ കണ്ട് മാറി താമസിക്കുന്ന 2 പേരാണ്. ഇവർ 3 പേരും നേരത്തെ മുതലുള്ള പരിചയക്കാരാണ്. ഇവർ 3 പേരും കൂടിയാണ് അന്ന് കുറ്റകൃത്യം നടത്താൻ വേണ്ടി ഉണ്ടായിരുന്നത്. മറ്റ് കാർ തട്ടിയെടുക്കുക എന്നുള്ളതല്ലാതെ ആരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 2 കാര്യങ്ങൾ, നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്ന 2 സംശയങ്ങൾ. ഒന്ന്, നല്ല കാറ്, പഴയതല്ലാത്ത കാറ്, ആ കാറ് വിളിച്ചിട്ട് അവർ അത് എടുക്കാതെ രണ്ടാമത്തെ കാർ എടുത്തുകൊണ്ടുപോയി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാർ തേയിലത്തോട്ടങ്ങൾക്കിടയിലായിട്ട് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഈ ഡ്രൈവറെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടും അയാളെ അന്നേരം കൈകാര്യം ചെയ്തില്ല. ഈ 2 കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യം 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത്, നമ്മൾ അന്ന് ഡ്രൈവറുമായിട്ട് കണ്ട് അംഗൻവാടി ടീച്ചറുടെ ഭർത്താവിനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൊണ്ട് ബാക്കി 2 പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ 3 പ്രതികളും പോലീസിൻ്റെ കസ്റ്റഡിയിൽ അപ്പം തന്നെയായി. അതിന് പിന്നീട് അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ വാഹനം എടുക്കാത്തതിൻ്റെ കാര്യം. അതിൻ്റെ ആദ്യത്തെ വാഹനത്തിൻ്റെ ഡ്രൈവർ ഇതിലെ ആരോഗ്യം കൂടുതലുള്ള ആളായിരുന്നു. അപ്പോൾ അയാളെ ഏതെങ്കിലും രീതിയിൽ കീഴ്പ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രതിരോധം അയാൾക്ക് പ്രതിരോധിക്കാൻ പറ്റിയാലോ എന്ന് കരുതി അവർ ആ വണ്ടി ഉപേക്ഷിച്ച്, വാഹനമല്ല അവർ നോക്കിയത്, ഡ്രൈവറെയാണ് നോക്കിയത്. ഈ രണ്ടാമത്തെ കാറിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത്ര ആരോഗ്യമുള്ള ആളല്ല. അവനൊരു ചെറുപ്പക്കാരനാണ്, അവന് വലിയ ആരോഗ്യമില്ല, ക്ഷീണിച്ച ആളാണ്. അവനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മൂന്നാറിലെത്തിയ ദിവസം അതിൽ പ്രധാനപ്പെട്ട പ്രതിയുടെ മകളുടെ പിറന്നാളായിരുന്നു. ആ പിറന്നാളായതുകൊണ്ട് അന്നൊരു കാര്യം ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിച്ചുകൊണ്ടാണ് അന്നൊരു അവസരം കിട്ടിയിട്ടും അവരത് ചെയ്യായിരുന്നത്. അത് പിറ്റേ ദിവസം കുളമാവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ ആളുകളില്ലാത്ത ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ അവനെ കാറിൽ നിന്ന് ഒഴിവാക്കി അവർ കാർ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇതേ ടീം തന്നെയാണ് ആലപ്പുഴയിലെയും കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത്. ഈ 2 വാഹനങ്ങളും തമിഴ്നാട്ടിൽ വിൽപ്പനയ്ക്ക് അവർ വിട്ടിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇനി അത് നമ്മുടെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ വാഹനം കസ്റ്റഡിയിലെടുക്കണം. വാഹനം കസ്റ്റഡിയിലെടുക്കാൻ ഇവന്മാർ ശരിയായ വിവരങ്ങളൊന്നും പറയാനില്ല. അവർ കുറ്റകൃത്യത്തെക്കുറിച്ച് സമ്മതിച്ചുവെങ്കിലും വാഹനത്തിൻ്റെ റിക്കവറിയെ സംബന്ധിച്ച് ആർക്കാ കൊടുത്തതെന്നുള്ള കാര്യമൊന്നും അവർ കൃത്യമായിട്ട് പറയുന്നില്ല. അവരെ നമുക്ക് വിടാനും പറ്റില്ല. അത് മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്ത് ഈ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് സാവകാശം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരെ പിന്നീട് സൗകര്യപ്രദമായിട്ട് റിക്കവറിക്ക് കൊണ്ടുപോകാനൊന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും നടക്കാതെ വരും. കയ്യോടെ കിട്ടിയ പ്രതികളുമായിട്ട് വാഹനം റിക്കവർ ചെയ്യാൻ പോകുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളവിടെ പോയിരിക്കുന്നത് ഒരു 4 പേരും പോലീസിൻ്റെ അല്ലാതെ ഒരു ജീപ്പും ഉള്ളത്. പിന്നീട് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 വാഹനങ്ങൾ മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് 2 വാഹനങ്ങൾ കൂടി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുത്തി. പ്രതികൾ 3 പേരുണ്ട്. അതുകൊണ്ടാണ് 3 പ്രതികളെ ഓരോ വാഹനങ്ങളിലെങ്കിലും സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ 3 പ്രതികളെയും ഉള്ള വാഹനങ്ങളുമായിട്ട് ഞങ്ങൾ തമിഴ്നാടിന് പോയി. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴാണ് ഈ 1-ാം പ്രതി അറസ്റ്റ് ചെയ്യണേ. 1-ാം പ്രതിയല്ല, ആദ്യത്തെ പ്രതി അറസ്റ്റ് ചെയ്യണേ. ബാക്കി 2 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയം ഏകദേശം 8:30 ആയി. ആ രാത്രി തന്നെ
തമിഴ്നാടിന് പോകണം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വാഹനമൊക്കെ വന്നപ്പോഴത്തേക്കും രാത്രി ഏകദേശം 12-12:30 അവിടുന്ന് ഞങ്ങൾ നേരെ ഡിണ്ടിഗലിലാണ് ഈ വാഹനം കൊണ്ട് കൊടുത്തു എന്ന് അവൻ പറയുന്നത്. അവൻ ആകെ ഒരു ഫോൺ നമ്പർ മാത്രമേ പരിചയമുള്ളൂ. നേരത്തെ കണ്ട് ഡിണ്ടിഗലിൽ കാറ് വാങ്ങാൻ പോയപ്പോൾ ഉള്ള പരിചയം വെച്ച് അവൻ വാഹനം വാങ്ങാൻ വേണ്ടി ഡിണ്ടിഗലിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയം വെച്ച് അവരുടെ ഈ ഫോൺ നമ്പർ ബന്ധപ്പെട്ട് അവിടെ കൊണ്ട് കൊടുത്തതാണ്. വലിയ വിലയൊന്നും ഈ 2 വണ്ടിക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഇത് ചെയ്യണം. വീണ്ടും അന്വേഷണത്തിൻ്റെ പഴയ പോലെ രീതിയിൽ ഒരു ഫോൺ നമ്പർ മാത്രം വെച്ചുകൊണ്ട് അവിടെ ചെല്ലണം. അതും 2 വാഹനം റിക്കവർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഈ പ്രതികളുമായിട്ട് ഡിണ്ടിഗലിലെത്തി ഞങ്ങളുടെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം അന്വേഷിച്ചാൽ അത് നടക്കില്ല എന്നുള്ളൊരു ഇതുണ്ട്. അന്നത്തെ കാലത്ത് കേരള പോലീസും തമിഴ്നാട് പോലീസ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് എന്ന് പറഞ്ഞാൽ അത് ഓരോ സംസ്ഥാനത്തിൻ്റെ പോലീസ് പോലെ. അപ്പോൾ നമ്മളൊരു സഹായത്തിന് വേണ്ടി അന്ന് അവിടെ ചെന്ന് ചിലപ്പോൾ സഹായത്തിന് വേണ്ടി നമ്മൾ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികളെ ഈ വിവരങ്ങൾ അറിയിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും അങ്ങനെ ഒരു അവിശ്വാസം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി പറയാന്നുള്ളത് അറ്റ കൈയായിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനങ്ങൾ മാറി ആളുകൾ ഈ യാത്ര ചെയ്യാൻ താമസിക്കുകയും ഒക്കെ ചെയ്യണതുകൊണ്ടും മറ്റ് സംസ്ഥാനത്തിലുള്ള ആളുകൾ വന്ന് നമ്മുടെ സംസ്ഥാനത്തിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള ആളുകൾ പോയി മറ്റ് സംസ്ഥാനങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നതുകൊണ്ട് പോലീസിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങൾ വളരെ ആവശ്യം വരും. അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് വളരെ സഹായം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രതി അവർ കൈ പിടിച്ച് തരും. അത് ഇതാണ്. ഈവൻ ബംഗാളിലും ബീഹാറിലും ഒക്കെ പല സഹായങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളുടെ സ്വന്തമായിട്ട് പ്രതിയെ പിടിച്ച് അല്ലെങ്കിൽ ആളെ പിടിച്ച് റിക്കവറി നടത്തി വരുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യാറ്. അവിടെ ചെന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ ഫോൺ നമ്പർ വെച്ചുകൊണ്ടുള്ള അന്വേഷണം, 3 പ്രതികളെ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഈ 3 പ്രതികളെയും വെച്ചുകൊണ്ട് അന്വേഷണത്തിന് പോയി എന്തെങ്കിലും കൈപ്പഴ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രതിയെങ്കിലും രക്ഷപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും നേരം ചെയ്ത നല്ല പ്രവൃത്തികൾക്കെല്ലാം തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യമായി മാറും. അതുകൊണ്ട് വലിയ റിസ്ക് എടുക്കാതെ ഞങ്ങൾ അവിടുത്തെ ഡിണ്ടിഗലിൽ പോലീസ് സ്റ്റേഷനിലായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടുത്തെ പോലീസായതുകൊണ്ട് അവർ അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് ഈ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുറേ ഫോണൊക്കെ വിളിച്ചു. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നടക്കാത്ത കാര്യം ഈ 2 വാഹനങ്ങളും അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. അങ്ങനെ വാഹനങ്ങൾ അവിടെ നിന്ന് കിട്ടി. ഞങ്ങൾ അതുമായിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള കാർ മോഷണവും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് കാർ മോഷണവും ഈ ചില ഭാഗ്യങ്ങൾ കൊണ്ടും ചില വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടും അങ്ങനെ തെളിയിക്കാൻ സാധിച്ചു.